മോഹമേകുമി ചെയ്തിയും അലയും നിഴലായി മറനീങ്ങുമ്പോഴും ഒഴുകും കറയാർന്ന വികാരങ്ങളും തകരും ഒരു പോൽ ചുടുനാളങ്ങളിൽ ഒരേ പകൽ നാളമിൽ. മറ്റേ കോളേജിൽ മറ്റേ പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഫോട്ടോ കിട്ടിയത് എന്തിന് എന്തിന് ആ പറഞ്ഞല്ലോ തേങ്ങ അടി കൊണ്ടുണ്ട് ചേർത്തിട്ട് നമുക്ക് ഈ രണ്ടുപേരാണ് നമ്മളെ മെതുക്ക് വെറുതെ ഒരു ആവശ്യമല്ല മക്കിട്ടിരിക്കണം. ഇതില്ല പണി നമ്മൾ കൊടുക്കണം. എടാ ഒഴിവാക്കത്. കോളേജിലെ പിള്ളേരാണ് പൈതാണ്. നമുക്ക് നാണക്കേടാണ് അവന്മാര് പ്രശ്നം ഉണ്ടാക്കിയത്. മാത്രമല്ല കോളേജിൽ നിന്ന് പിന്നെ ബാൻഡിന് ആരും വിളിക്കൂല. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നം ഇവിടെ നിർത്തുകയാണ്. ഇനി ആരൊന്നും പറഞ്ഞു വരണ്ട. അന്നേരം അടുത്ത വർക്കിന് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഞാൻ നെസീനൊന്ന് വിളിക്കട്ടെ, ഒന്ന് സോൾവ് ആക്കണം. അല്ലാർത്തിട്ട് അപ്പം അടി കോളേജിലെ 4 ചുമലുകൾക്കുള്ളിലാണ് നിനക്ക് എന്നെ വേണ്ടതെങ്കിൽ നിനക്ക് നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അത് തന്നെ ഉണ്ട്. ചുമരോ? ആ മതിൽ പോരെ? മതിൽ ഈ ചുമര ഉദ്ദേശി ക്ലാസിൻ്റെ ചുമര്. അതിനൊരു പഞ്ചിലല്ലോ. പഞ്ച് ആശാനേ 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 എന്താടാ രാവിലെ തന്നെ പണിപ്പാളിന്നോണ്ട്? എന്താടാ ഞാൻ പറഞ്ഞിട്ടല്ല ആശാന അവന്മാരെ ലോഡ്ജിൽ പോയി തല്ലിയത്. അതിന് അത് സീനായി. കോളേജിലൊക്കെ ആകെ സീനായി. പോലീസൊക്കെ വന്ന്. പോലീസാ? ആ പോലീസ്. ഇനി എന്ത് ചെയ്യും ആശാനെ? നീ ഇങ്ങോട്ട് വന്നേ. ആശാനെ ഞാൻ പെട്ടേ ഞാൻ ആശാനും പെടുത്തോ? എടാ ഈ ഒരു പെൺകുട്ടിനെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഓരോളെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയി തല്ലിയത്. അതല്ല ആശാനെ. എടാ അതൊരു ഇട്ടടിയല്ലേ, ഒരു കുട്ടിയും കണ്ടിട്ടുണ്ടാവില്ല അത്. എന്നാലും ആശാനെ പെടുവോ? എടോ പെടൊന്നുമില്ല. ഞാൻ നിന്റെ അടുത്തുനിന്ന് കാശ് കടം വാങ്ങിയതല്ലേ, അല്ലാതെ കൊട്ടേഷൻ ഒന്നും അല്ലല്ലോ. ഈ അങ്ങനെ പറഞ്ഞാ മതി. അതല്ല ആശാനെ, അങ്ങനെ പറഞ്ഞാൽ ആശാനും പെടൂലേ? ഹൈ ഈ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. എന്നാ പിന്നെ ഒന്നുമില്ല, ഞാനിപ്പോ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ആശാനും പെടും. ഈ ഒന്ന് പോയടാ അവിടുന്ന്. പോലീസ് കേസായിട്ട് വന്നിരിക്കുന്നു. രാവിലെ തന്നെ മനുഷ്യനെ മെച്ചെടുത്താനായിട്ട് മേലെ എന്നെ അവിടെ കണ്ടുപോയിരുന്നു. ഓടാ അവിടുന്ന്. അടിയേ ബാഗ് പാക്ക് ചെയ്തോ, ഇവിടുന്ന് പോവാ. ഹലോ ജീന, കട്ടാക്കല്ലേ. എന്താ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഞാൻ എന്താടാ ചെയ്ത്? നമ്മളന്നെല്ലാം പറഞ്ഞതല്ലേ, 3 ഇയർ ബ്രേക്ക് എടുക്കാം, എൻ്റെ ഡ്രീം സെറ്റാക്കിയിട്ട് കല്യാണം കഴിക്കാം. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല. എനിക്കറിയാം 3 കൊല്ലം ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, മൈൻഡാക്കിയിട്ടില്ല. നിനക്കറിയില്ല, ട്രാവൽ റിസർച്ചാണ്. ഞാൻ വീട്ടിൽ പോലും വിളിച്ചിട്ടില്ല, നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്. ഹലോ ജീന. എനിക്ക് നീ വിചാരിക്കുന്ന പോലെ ഒരു ലൈഫ് തരാൻ പറ്റില്ല. മനസ്സിലായില്ല.
എന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാം. വേണ്ട, ഞാൻ നാളെ നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. കോളേജ്? എൻ്റെ അനിയൻ അവിടെയാണ് പഠിക്കുന്നത്. അവൻ്റെ ഒരു സ്കിറ്റ് പ്രോഗ്രാം ഉണ്ട്, അത് കാണാൻ. നിന്നോടൊക്കെ പറഞ്ഞേന് നോക്കി നടന്നോ, അടി പൊട്ടൂന്ന്. നോക്കാത്തോണ്ടല്ലേ നെസ്സിയെ റൂം കയറിയ തല്ലേ ഇത് ചോദിക്കണം. ആരോട് ചോദിക്കാനാണ്? നീയൊക്കെ കണ്ടോ ആരെങ്കിലും? നോക്ക മാത്രമല്ലേ, അതാ ഡോൾ ടീമേനെയാ. അന്നത്തെ ബാക്കി പ്രശ്നമാണ്. എടാ പോ ദൂരി ഒന്ന് ഇപ്പൊ അതൊക്കെ പറ, തന്തപ്പൊടി അകത്തുണ്ട്. അതൊക്കെ നമ്മളന്ന് പറഞ്ഞ് സോൾവ് ആക്കിയതല്ലേ. നല്ലോണം പൊട്ടി. ക്ലബല്ല, ചെറുക്കന്മാരും കൊണ്ട് പോയിക്കോ രാവിലെ തന്നെ. എടാ നിങ്ങളെ തല്ലിയന്മാരിലൊരുത്തൻ കോളേജ് പാർക്കിങ്ങിലുണ്ട്. ഇപ്പൊ വന്നാ ആ ഡോൾ ടീമിലെടുത്തോ കോളേജിലുണ്ടല്ലോ. വാടാ. എങ്ങട്ടാ ഒന്ന് പോടാ, നീ താളിച്ച് നിന്നോ. ആ കോളേജ് പിള്ളേരെ തല്ലി. അതിന് എന്തിനാടാ വെറുതെ വെറുതെ ഓരോരുള്ള പ്രശ്നങ്ങൾ തീർത്താണല്ലോ. ആ ചോദിക്കാടാ. ചോദിക്കാനും പറയാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. നീ ചുമ്മാ ഹീറോ കളിക്കല്ലേ. നീ എന്തിനാ കോളേജിൽ പോയത്? അത് പിന്നെ ഓളെ കാണാൻ. അപ്പോൾ ലോഡ്ജിൽ കയറി തല്ലി തന്നിട്ടാ നിന്നെ തല്ലിയല്ലേ? ആ ചോദിക്കാം, നസീമിനോട് ചോദിക്കാം, നമ്പർ ഉണ്ടല്ലോ. നസീഫേ, എടാ വല്ലവന്മാരും വന്ന് തല്ലിട്ട് പോകാൻ നമ്മളെ അക്കന്മാരാണ് ചോദിക്കണേ. നിന്നോടൊക്കെ തന്നെയാടാ ചോദിച്ചേ. രാത്രി വന്നിട്ട് പണിഞ്ഞിട്ട് പോകാൻ ആർക്കും പറ്റും. എടാ ഞങ്ങൾക്ക് തല്ലാണെങ്കിൽ നേരിട്ട് വന്ന് തല്ലാനാരാടാ? അല്ലാതെ തന്തല്ലാത്തമാരാടാ രാത്രി വന്നിട്ട് ഉണ്ടാക്കല. ഉണ്ടാക്കാറാടാ. എന്നാ വാടാ ഈ വാടാ വാ. നീ സോൾവ് ആക്കലും വേണ്ട. പിള്ളേരെല്ലാം വിചാരിക്കുമ്പോൾ ഒരുമാതിരി ഈ ഒമ്മാർക്ക് ഇത് മതിയായില്ലേ? ഇങ്ങോട്ട് വരാൻ പറ. വാ കോളേജിൽ പോവാ.
കൊടുക്കടാ കോളേജിക്കോ?
Baba Sari